അപ്പോൾ ഗേസ് കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. വുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആവായിരുന്നു. ഇത് നമ്മൾ പ്രിപ്പയർ ആയി. ഇനി റിവറിൻ്റെ ആ സൈഡിലുള്ള വുഡ് നമ്മൾ റിവർ ക്രോസ് ചെയ്യിപ്പിക്കുന്നതാണ് പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ദൗത്യത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും ഇപ്പോൾ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങളുള്ളത്. ടയർ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഷൂട്ടർ ഇങ്ങനെ നിൽക്കുന്നത്. ഷൂട്ടറിനെ മാറ്റി നിർത്തിന് ഷൂട്ടർ തെറ്റിപ്പോട്ടോ. ഷൂട്ടറിന് ഇഷ്ടമായിട്ടില്ല. ഓൻ വാങ്ങിക്കാൻ നേരത്ത് ഓനോട് വേണ്ട മാറിക്കെന്ന് പറഞ്ഞത് ഓനക്ക് ഇഷ്ടമായില്ല. ഓനെന്ത് തെറ്റിപ്പോയി. ഇനി ഞാൻ നിങ്ങൾ നോക്കിയോളൂ. ഞാൻ ഇതുവരെ പോലെ വർക്ക് ചെയ്തൊക്കെ ആർക്കേനും എൻ്റെ ആത്മാർത്ഥങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഉള്ള മെൻറ്റാലിറ്റിയോടെ ആയിരിക്കാം അവൻ തെറ്റിപ്പോയി. ഷൂട്ടർ തെറ്റിയിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ എല്ലാം വിളിക്കാണ്ടായപ്പോൾ വീണ്ടും വന്നിട്ടാൾ ഷൂട്ടർ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് അവനക്കൊരു എന്തോ ഉണ്ട്. അവന് ഞാൻ പോവാണ്, ഞാനില്ല എന്നാ ഞാനില്ല, നിങ്ങളെന്താ നമ്മളെ മൈൻഡ് ആക്കാത്ത. അഷർ കല്ലും തൂക്കി പോയിടുന്നു എന്ന് പറഞ്ഞ പോലെ വലിയ വുഡൊക്കെ എടുത്ത് വരുന്നുണ്ട്. മറ്റാൾ അങ്ങോട്ട് വികാണ്ട് നിന്നാൽ മതി. അതാ അയ്യോ ഒരു തടിയിട്ടേ വരുന്നു. സമയത്ത് കാലിൽ വെള്ളം തട്ടിയിട്ട് നല്ല തണുപ്പാട്ടോ. ഞാൻ അതുകൊണ്ട് അങ്ങനെ കയറിക്കുന്നത്. ഓൾറെഡി ഈ വെള്ളത്തിൻ്റെ തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ്. ഓൾറെഡി ക്ലൈമറ്റ് തണുപ്പ്, വെള്ളം ഐസുമ ചവിട്ടുന്നവരുണ്ടാവും. പിന്നെ ബോഡിങ്ങിന് ഇളകുന്നതുകൊണ്ട് നമുക്ക് അത്ര അറിയില്ല. കാരണം ബോഡിങ്ങിന് ഇളകുമ്പോൾ ബോഡിൻ്റെ ഹീറ്റ് കൊണ്ട് നമുക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുകയാണ്, വെള്ളത്തിൽ തട്ടി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കാല ഐസാകും മക്കളെ. പിന്നെ ആളിന് റബ്ബർ ഷൂ ആയതുകൊണ്ട് അങ്ങനെ നിൽക്കാൻ പറ്റുമോ. റബ്ബർ ഷൂവിന് അധികം വെള്ളം കയറുന്നില്ല. ഇനി വെള്ളം കയറിയാൽ തന്നെ ഇതായി തന്നെ ഉള്ളിൽ നമുക്ക് റബ്ബറിൻ്റെ ഹീറ്റ് ഭയങ്കരമാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ കാറ്റൊന്നും വരാത്തതുകൊണ്ട് ഒരു ഹീറ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ മറ്റാൾക്ക് പിടിക്കണം, മറ്റാൾക്ക് അടിച്ചിട്ട് കൊണ്ടുപോകണം. അവനാണ് കൊടുക്കൊന്നുമില്ല. കടിക്കുണ്ടോ?
അതോ ചത്തി 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 എന്നുള്ള അവസ്ഥയിലായി. എങ്ങനെയൊക്കെ നേരത്തെ ഒറ്റപാട് അത് പോയി എന്ന് വിചാരിച്ചാൽ ഗ്യാപ്പ് കൂടെ കഴിച്ചിലാക്കി എങ്ങനെയൊക്കെ വലിച്ചിട്. ശരിക്കും പറഞ്ഞ് ഞാൻ ചത്തക്കണ്. അതൊന്ന് ചുറ്റാൻ വരെ പറ്റാണ്ടായിക്കണ്. അമ്മേ ഇതാണ് മാതിരി ചുറ്റിയിട്ട് തീരുന്നുമില്ല. അങ്ങനെ മെല്ലെ ചുറ്റിക്കൊണ്ട് എല്ലാവരും കൂടെ ഇരിക്കുകയാണ്. ഞാൻ ചത്തക്കണ്. എന്നെ കൊണ്ട് സ്പീഡ് ചുറ്റാൻ വയ്യ. ഇനിയിപ്പോൾ അതായിട്ട് എറിഞ്ഞു കൊടുക്കണമല്ലോ. ഒന്നോ ഞാൻ പിടിച്ചോ ഞാനാണ്ട് പോതും എനിക്ക് വേണ്ടിയിട്ട് കൂടെ. ഓ അതാ എത്തിക്കും സമാധാനം. ആ വെള്ളം ഒലിക്കുന്ന സൗണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഉണ്ടാവും. ആ വ്യൂ ഒക്കെ മക്കളെ, എന്നാ വ്യൂ. ആ വ്യൂ കണ്ടിട്ട് നമുക്കവിടെ വർക്ക് ചെയ്യാൻ തോന്നും. ആ കുറച്ച് നേരം നമുക്ക് വർക്ക് ചെയ്യാം. ആ ഒരു മടിയൊന്നും ഉണ്ടാവില്ല. എങ്ങനെയും അങ്ങനെ ആ ഒരു എന്താ പറയുക, വെയിലുണ്ട് നമ്മൾ വെയിലെല്ലാം കൊള്ളും. നല്ല തണുപ്പത്ത് ഈ വെയിൽ കൊള്ളാൻ ഭയങ്കര രസമാണ്. അത്യാവശ്യം തണുപ്പുണ്ട്. മൈനസിൻ്റെ അടുത്ത് വരെ ആ സമയത്ത് ആ ഒരു നട്ടുച്ചയ്ക്ക് പരിപാടി നടക്കത്തുള്ളൂ. തണുപ്പ് അടിക്കാണ്ട് ഇങ്ങനെ. മറ്റേ തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പണി എടുക്കില്ല. റെയിൻബോണാണ് കാണുന്ന. അതിൻ്റെ സൂര്യൻ്റെ ഇതുകൊണ്ട് റെയിൻബോ എടുക്കുന്ന വെള്ളം ഇങ്ങനെ തെറിച്ചിട്ട് റെയിൻബോ ആയിട്ട് വരുന്നുണ്ട്. റെയിൻബോ കാണാൻ പറ്റുന്നുണ്ടാവും. അടിക്ക് എൻഡിക്ക് നോക്കിയാണ് റെയിൻബോ. പക്ഷെ ഇതൊക്കെ ഒരു ഫീലാട്ടോ. ഇടയ്ക്ക് ഓരോ സമയത്ത് ഓരോ സാധനം കിട്ടും, ഓരോന്ന് കാണാൻ പറ്റുന്ന ഫീല്. ഇത്രയും വുഡ് ഞങ്ങൾ കളക്ട് ചെയ്തു. ഇനി അവസാനം കുറച്ച് പീസും കൂടെ ഉണ്ട്. ലാസ്റ്റത്താണ് 3 വുഡ് ഒരുമിച്ച് കെട്ടാട്ടോ. എല്ലാ കാര്യം അത് ഇവിടെ എത്തും. എന്തെങ്കിൽ ഞാൻ എൻ്റെ കൂടെ പോകും, ഇല്ലെങ്കിൽ അത് ഇവിടെ എത്തും. രണ്ടും അതിലൊന്നും ഉണ്ടാവും. എവിടെ നിന്നൊക്കെ ഇരുന്ന വെള്ളം ഹിമാലയത്തിൻ്റെ ഏതോ അറ്റത്ത് നിന്ന് ആ ഫ്ലഡ് കഴിഞ്ഞിട്ട് വന്നാണ് ആ പാറകളൊക്കെ, അത്രയും പാറകൾ. ഇതിന് മുന്നേ പാറകൾ തന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലഡ് വരും, പ്രാട അല്ലെങ്കിൽ മേലെ പൊട്ടി വരും. പക്ഷേ ഈ ബ്യൂട്ടിയാണ്, ബ്യൂട്ടി.
അങ്ങനെ കട്ട് ചെയ്ത് ഫുഡൊക്കെ ഫിനിഷാക്കി എല്ലാം അങ്ങ് എത്തിച്ച് അണ്ണ ടൂൾസൊക്കെ തോളിലേറ്റ് ഇതാ ഇനി അതിലൂടെ കടക്കണം. ദിസ് ഇസ് ടാസ്ക് ആണ്. മറ്റാൾക്ക് തന്നെ കിടക്കാൻ പറ്റുന്നത്. ഒറ്റാൾ മുമ്പിൽ പോകണോ, വലിയ ആളാണോ, അതാണ് എൻ്റെ വലിയ കാര്യം. ഷൂട്ടർ രത്തമാരെ രത്തമാരെ. ഇനി ഇതും കൊണ്ട് കർമ്മയിലെത്തണം. ഇനി പോകുമ്പോൾ ഓരോ ഫുഡ് പീസ് ഇട്ട് പോകാൻ തീരുമാനിച്ച്. പിന്നെ ബാക്കിയുള്ളത് കഴുതൻ്റെ ഒരു കൂട്ടം അവർ മുകളിൽ കെട്ടിയിട്ട് എത്തിക്കണം. കുറച്ച് അത്യാവശ്യം നടക്കാനുണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നടക്കാനുണ്ട്. രത്തമാരെ രത്തമാരെ എന്താരിപ്പോൾ സുരുവാല് തുമ്മുടി തുമ്മുടി. ബ്യൂട്ടിയാണ്. ഹിമാചൽ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഹിമാലയം. വർക്ക് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കുറച്ച് നേരം ഇങ്ങനെ പ്രാവശ്യ സമയത്ത് കിടന്നുറങ്ങിക്കണമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാണ്ട് മറ്റാൾ കിടന്നുകൊടുത്ത് അങ്ങനെ ഒരു ക്ഷീണം കൊണ്ടല്ല, എങ്ങനെ ആ ഒരു സമാധാനത്തിൽ കിടക്കുമ്പോൾ കിട്ടുന്ന അതൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞൊരു ഹാങ് ഔട്ട് മൂഡ്, പീസായിട്ടിങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരിക്കുന്ന ആ ഒരു ഇരുത്തം കണ്ടാൽ തന്നെ അറിയാം. മറ്റാൾ ഉറങ്ങി മയ്യത്തായ മാതിരി ഇത് ഷട്ടറൊക്കെ ഇട്ടുകൊണ്ട് ഉറങ്ങണേരി മൊത്തം സെറ്റായിക്കിട്. തണുപ്പുണ്ട്, അതാണ് നല്ല തണുപ്പുണ്ട്. അതാണ് ഷൂട്ടറൊക്കെ ഇട്ട് ഉഡിയൊക്കെ ഇട്ടിട്ട് കൈ പുറത്തായിട്ട് കൈ പോക്കറ്റ് കൊണ്ടിട്ടിട്ട്, എന്നാൽ പിന്നെ പോക്കറ്റ് തണുപ്പടിക്കൂലല്ലോ. ഫേസിൽ കയറൊക്കെ ഇട്ട് സെറ്റാക്കിക്കും. പക്ഷെ പാവാണ് ഹുസൈൻ ആ വെള്ളത്തിലായിരുന്നു. നല്ല തണുപ്പുണ്ടാവും, നല്ല തണുപ്പ്. നല്ല കയ്യും കാലൊക്കെ തണുക്കുന്നുണ്ടാവും. വെള്ളം തട്ടിയിട്ടും ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുന്ന ആളാണ്. ഞാനൊക്കെ മാക്സിമം ഷൂവും ഇത് നനയാണ്ട് നോക്കിയിരുന്നു. നനഞ്ഞിക്കുന്നില്ല, അതിനാകെ ഇല്ലാണ്ടായിക്കണം. വലിയൊരു ഫുഡ് കിട്ടിയാണ് അവിടുന്ന്. അത് അങ്ങ് എത്തിക്കാനും വേണ്ടിയാണ്. ഇതുകൊണ്ട് നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട്. ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു സാധനം കിട്ടിയാൽ തന്നെ മതി. അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ടാകും ഫുഡ്. ആരോ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള പീസ് എടുത്തിട്ട് പോയത്. അപ്പോൾ അതിൻ്റെ എൻ്റെ ഇട്ട് പോകുന്ന ഈ ഇവിടുത്തെ വീടൊക്കെ ഉണ്ടാക്കാൻ അങ്ങനത്തെ വുഡുകളാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ നല്ല തടിയെല്ലാം കട്ട് ചെയ്ത് സൈഡിലുള്ള അതിൻ്റെ തോല്, പക്ഷെ ആ തോല് മതി നമുക്ക് ജീവിക്കാൻ. എങ്ങനെയൊക്കെയോ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അത്. ആ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. അത് നിൽക്കുന്ന കാലൊന്നും അങ്ങോട്ട് തെറ്റി പോകാനേ കഴിഞ്ഞു. എങ്ങനെ ചവിട്ടി നിൽക്കുന്ന നല്ല കാര്യം. ആ തന്ത റാശി ഉറങ്ങിക്കണം. ഞാൻ പിന്നെ വീഡിയോ എടുക്കാണ്ട് എനിക്ക് പരിപാടിക്ക് അങ്ങനെയാണല്ലോ, അങ്ങനെ ആയിരിക്കണമല്ലോ. അമ്മേ കൂളായി ഒന്നും ചെയ്യില്ല, വലിച്ചു കയറ്റാനുള്ളൂ.
അങ്ങനെ അതിസാഹസികമായിട്ട് വലിയ വുഡും കൂടെ എത്തിച്ചു. ഇനി വർക്കെല്ലാം കഴിഞ്ഞു. ഞാൻ ഫോണ് എല്ലാം കയറുകൊണ്ട് കൊടുത്തിട്ട് കയറി വരാം. ഇത് നമ്മളിപ്പോൾ ഈ വുഡ് മൊത്തം ഇതിൻ്റെ ആധികാരികളുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ കല്ലിങ്ങനെ വെക്കും. ഇത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചാണ് വേറൊരാൾ അത് എടുത്തു കൊണ്ടാതിരിക്കാൻ വേണ്ടിയാണ്, ഈ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത്. കല്ല് മൊത്തം വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതിന് ആധികാരികളുണ്ട്, കഷ്ടപ്പെട്ടവരുണ്ട്. വേറെ നമ്മൾ എന്താ പറയുക നാട്ടിലുള്ള പോലൊന്നും അവരെന്ത് ആരെന്ത് നമുക്കെടുത്ത് പോലോ എന്നാരും ചിന്തിക്കൂല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കാണുന്നത്. നമ്മളങ്ങനെ കല്ല് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആരെങ്കിലും വന്ന് വുഡ് എടുക്കാൻ വരുമ്പോഴാണ് കാണുകയാണെങ്കിൽ ഇത് അവർ ആ വുഡ് എടുക്കത്തില്ല. കാരണം അവർ മനസ്സിലുണ്ട് അവർ കഷ്ടപ്പെട്ട് കളക്ട് ചെയ്തതാണ്, ഇത് നമ്മൾ എടുക്കുന്നത് ശരിയല്ല എന്ന ബോധം അവിടുത്തെ ആളുകൾക്കുണ്ടാവും. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ഒരു ബോധമാണ്. അങ്ങനത്തെ ഈ ഒരു ചെറിയ കാര്യമാണെങ്കിലും കൂടെ അത് ആ ഒരു മെൻറ്റാലിറ്റി മറ്റു മനുഷ്യനെ അറിയാൻ ശ്രമിക്കുന്ന മെൻറ്റാലിറ്റി. ഇനിയിപ്പോൾ വുഡ് എടുത്ത് നമ്മൾ പോകുന്ന ആരിവൻ വുഡും തൊക്കിപ്പോയിടുന്നു. ആ ഭംഗി നോക്കി. ഓ ആവശ്യം വികാതെ പോകും വേണം, നല്ല കെയറാവും വേണം, എന്നാലൊക്കെ കൊണ്ടുപോകും വേണം എന്നുള്ള മൂടാ. എൻ്റെ കയ്യിലിപ്പോൾ ഒരു വുഡും ഉണ്ട്, കയ്യിൽ കയറും ഉണ്ട്, എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാനെന്ത് വീഡിയോ എടുത്തിട്ട് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കാണോ എന്ന് വിചാരിക്കണ്ട. എൻ്റെ കയ്യിലൊരു വുഡും ഉണ്ട്, ഒരു ആ ബ്ലൂ കയർ റോപ്പ് മൊത്തം എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ തോളിലൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. മനസ്സിലാക്കണം. ഇനി കണ്ടില്ല അതാ വരുന്നത്. വരുന്നതാണ് ഒരു റോപ്പിൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ റോപ്പ് ഉണ്ടായിരുന്നു, ആ വുഡും ഉണ്ടായിരുന്നു, ആ പീസ്. ഇരുട്ടാവാനായി, തണുപ്പ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഈ സമയത്ത് ബോയിലങ്ങ വുഡ് തണുപ്പ് ഇങ്ങനെ അടിക്കും. പിന്നെ ആ കയറിൻ്റെ ഒക്കെ വെള്ളം മേത്തടിയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അതാണ് അഷറും അലക്സും അങ്ങനെ പോകുന്നത്. അവർ അതിലൂടെ വന്നിരുന്നത്. അവർ ഇവിടെ റിവർ ക്രോസ് ചെയ്യാണ്. ഇവിടെ വരുന്ന വെള്ളം ആ റിവർ ഇങ്ങോട്ട് വരാത്ത കാരണം അത് ആ വെള്ളം നേരെ പോകുന്ന ഡാമിലോട്ടാണ്. ആ വെള്ളം വരുന്ന ഒരു നമ്മൾ ആ കൂട്ടുകാട്ട് ഇത് കുറച്ചുകൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് മൊത്തം പിടിക്കാൻ വേണ്ടി ഒരു ഇത് വെച്ചിട്ട് ആ വെള്ളം മൊത്തം ഒരു ഡാമിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ആ റിവറിൽ അവിടെ വെള്ളമില്ലാത്തത്. അത് റിവറാണ് അവിടെ വെള്ളമില്ലാത്തത്. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. എന്താ അറിയില്ല, കുഴക്കൊന്നും കാണുന്നില്ല. ഏറ്റി വരല്ലേ ലൈഫ് എങ്ങാണ്ട് ഒന്നും മൂടില്ല, ഒന്നും പറയാൻ കേട്ടോ. വർക്കൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പീസായിട്ടിരിക്കുന്നു. ഒരു പീസ്ഫുൾ ലൈഫ്. കാവ്യയും മുസ്കന്ദറൊക്കെ റൂമിൽ തന്നെ ആയിരുന്നു. അവർക്ക് ഇങ്ങനത്തെ വർക്കുകളൊന്നും നമ്മൾ ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു സ്ത്രീകൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ വുമൻസിന് കൊടുക്കുന്ന റെസ്പെക്റ്റാണ് ആദ്യത്തെ മനസ്സിലാക്കണം. ഇനി അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത ഇതിലായിട്ട് കാണാം. വുഡ് കളക്ഷൻ എല്ലാം കഴിഞ്ഞു. ഹാപ്പി.